നമസ്കാരം. ടോക്ക് വിത്ത് ഈജയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തലശ്ശേരിയിൽ ഒരു ഡോക്ടറെ അടുത്താണുള്ളത്. ഒരു ഡോക്ടർ ബിനു നമ്പ്യാർ. അദ്ദേഹം സൺറൈസ് കണ്ണാശുപത്രി നടത്തുന്നയാളാണ്. തലശ്ശേരിയിൽ എന്ന് പറയാൻ കാരണം ഇത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആശുപത്രിയാണ്. ഇതേ പേരിൽ തന്നെ കണ്ണൂർ 15 വർഷം മുമ്പ് അദ്ദേഹം തുടങ്ങിയ ഒരു സ്ഥാപനം വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി തലശ്ശേരിക്കാരെയും കൂടെ ഒന്ന് കണ്ണൊക്കെ ചികിത്സിച്ച് ശരിയാക്കാം എന്ന് തോന്നി അദ്ദേഹത്തിന്. അങ്ങനെ നിരവധി രോഗികൾ എത്തുന്നു, വിദഗ്ധരായ ഡോക്ടർമാർ. ആ വിശേഷങ്ങളിലേക്ക് നമ്മൾ കിടക്കണം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, കണ്ണൂരിലൊരു സംരംഭം വിജയകരമായി താങ്കൾ തുടങ്ങി. ഈ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങി. വീണ്ടും തലശ്ശേരിയിലും ഒരെണ്ണം വരുന്നു. രണ്ടിടത്തും തിരക്കാണ്. സത്യത്തിൽ മനുഷ്യന് കണ്ണിന് അസുഖങ്ങൾ കൂടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്? എന്തൊക്കെയോ കാരണങ്ങളായിരിക്കും. ഇന്നത്തെ വിഷ്വലിന്റെ ഒക്കെ പ്രശ്നങ്ങളായിരിക്കും പണ്ടത്തെക്കാൾ കൂടുതൽ, അതോ ഇപ്പൊ രോഗങ്ങളെ തിരിച്ചറിയുന്നുണ്ട് എന്നതാണ്? അതാണ് സത്യം. രോഗങ്ങളെ തിരിച്ചറിയുന്നത് ഇപ്പൊ കൂടി. പണ്ടൊക്കെയാണെങ്കിൽ ആൾക്കാർ പ്രായം തിമിരം വരും, അത്രേ കാഴ്ച ഉണ്ടാവുള്ളൂ, പ്രായ കാഴ്ച അത്രേ ഉണ്ടാവുള്ളൂ എന്നുള്ളതിൽ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴാൾക്കാർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് എത്ര കാലം ജീവിക്കും, 90 വയസ്സ് 100 വയസ്സ് ജീവിക്കാനല്ല, 90 വർഷം 100 വയസ്സ് 100 വർഷം വരെ ക്വാളിറ്റിയോടെ ജീവിക്കുക. അതായത് വായിക്കാൻ പറ്റണം, ഡ്രൈവ് ചെയ്യാൻ പറ്റണം ഇപ്പോഴെല്ലാവർക്കും. അപ്പൊ അങ്ങനത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പോർട്ടന്റ് ആണ്. വായന വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡ്രൈവിങ്, അവരുടെ ക്വാളിറ്റി വളരെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു കടപ്പലായ ഒരു രോഗി അല്ലെങ്കിൽ വായിക്കാൻ പറ്റാതെ ബ്ലൈൻഡ് ആയിട്ട് ഒരു 60, 70, 90 വയസ്സ് വരെ ജീവിക്കുന്ന പോലെയല്ല ക്വാളിറ്റിയിലെ മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡയഗ്നോസിസ് ഏർലിയാണ്, ട്രീറ്റ്മെന്റ് എല്ലാ പേഷ്യന്റും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു തിരക്കുണ്ട്. അപ്പൊ രോഗം തിരിച്ചറിയുന്നതും ചികിത്സിക്കാൻ നൂതന സൗകര്യം ഉള്ളതുമാണ് ഈ മേഖല. ഏത് മേഖലയിലും ഈ ചികിത്സയ്ക്ക് ഇങ്ങനെ ആള് കൂടാൻ കാരണം. അല്ലാതെ രോഗം പുതിയതായിട്ട് പൊട്ടി പുറപ്പെട്ടൊന്നുമല്ല. പണ്ടല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ റിക്വയർമെന്റ് കൂടുതലാണ്. ഇപ്പൊ ഡ്രൈവിംഗ്, നൈറ്റ് ഡ്രൈവിംഗ്, കാറ്ററാക്ട് അങ്ങനെ അസുഖം, നൈറ്റ് ഡ്രൈവിംഗ് പെട്ടെന്ന് എഫക്ട് ചെയ്യും. അങ്ങനെ എല്ലാ ആൾക്കാരും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സീക്ക് ചെയ്ത് നമ്മൾക്ക് വരും. മറ്റ് നമ്മൾക്ക് ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഏതോ അംഗീകാരത്തോടെ കൂടിയ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഒന്ന് വിശദീകരിക്കാം. കേന്ദ്ര സർക്കാരിന്റെ ഇപ്പം ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഉണ്ട് കാറ്ററാക്ട് സർജറിക്ക്. അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ണൂർ ചെയ്യുന്നുണ്ട്, ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം അതിന്റെ ഫണ്ടൊക്കെ കുറച്ച് ഡിലേ ആയിട്ടാണ് കിട്ടുന്നത്, പക്ഷെ നാം ചെയ്യുന്നുണ്ട് എല്ലാം. നമുക്കിവിടെയുള്ള നൂതന ചികിത്സാ സംവിധാനങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ഈ സൺറൈസ് ഹോസ്പിറ്റൽ? ആക്ച്വലി ഉത്തര മലബാറിൽ, അതായത് കണ്ണൂർ കോഴിക്കോടിന് ഇപ്പുറം നമ്മളെ NABH പറഞ്ഞ ഒരു മെഷർ ഓഫ് ക്വാളിറ്റിയാണ്. അതിന്റെ സർട്ടിഫൈഡ് ഒരേ ഒരു ഹോസ്പിറ്റൽ ഞങ്ങളുടെ ഹോസ്പിറ്റലാണ്. അത് ആ ഒരു സർട്ടിഫിക്കേഷൻ ഫുൾ ആയിട്ട് സർട്ടിഫൈഡ് ചെയ്ത ഹോസ്പിറ്റൽ ഞങ്ങളുടെ ഹോസ്പിറ്റലാണ്, സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റലാണ്. അപ്പൊ അത് ഞങ്ങള് അതിന് കുറെ മാനദണ്ഡങ്ങളുണ്ട്. അതായത് നമ്മളെ എൻട്രി മുതൽ ഇപ്പൊ കസ്റ്റമർ കെയർ, ക്വാളിറ്റി, ക്ലീനിങ്നെസ്, പിന്നെ ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെ കാലിബ്രേഷൻ, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ ഞങ്ങളിവിടെ എല്ലാം സ്റ്റാർട്ടിങ് ഫ്രം OP മുതൽ സർജറിയും ബാക്കിയുള്ള കെയറുകളും എല്ലാ സൗകര്യങ്ങളും വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് കാറ്ററാക്ട്, അതാണ് മെയിൻ. കാറ്ററാക്റ്റും അതിന്റെ ചികിത്സയും കണ്ണട അതിന്റെ ചികിത്സ എല്ലാം ചെയ്യുന്നുണ്ട്. കാറ്ററാക്ടിന് അതിനൂതനമായ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ഏറ്റവും സോഫിസ്റ്റിക് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, അതിന്റെ നല്ല നല്ല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതിന് കാറ്ററാക്ട് സർജറിക്ക് ചെറിയ മുറിവുകൾ, അതായത് 100% പെയിൻലെസ് ഡേ കെയർ ആയിട്ട് ചെയ്യാം. പേഷ്യന്റിന് അപ്പൊ തന്നെ പോവാം, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാം, ജോലി ബാക്ക് ടു നോർമൽ ആയിട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈപ്പ് കാറ്ററാക്ട് സർജറികൾ ഞങ്ങൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് ഗ്ലോക്കോമ സർജറി, ഡയബറ്റിക് റെറ്റിനോപ്പതി. ഡയബറ്റീസ് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ജീവിതശൈലി രോഗങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഡയബറ്റിക്സ്, അൺകൺട്രോൾഡ് ഡയബറ്റിക്സ് ഒക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ അത് കണ്ണിനെ പിടിക്കാം, കണ്ണിന്റെ ഞരമ്പുകളെ ബാധിക്കും. ഡയബറ്റീസ് ഒരു വല്ലാത്തൊരു അസുഖമാണ്. അത് എല്ലാ ധമനികളെയും പിടിക്കുന്ന എല്ലാ മനുഷ്യന്റെ എല്ലാ അവയവങ്ങളെയും പിടിക്കും. അപ്പൊ കണ്ണ് ചെക്ക് ചെയ്താല്, അതായത് കണ്ണ് എന്ന് പറഞ്ഞാല് നമ്മളെ ഹ്യൂമൻ ബോഡിയുടെ വിൻഡോ എന്ന് പറയും. അതായത് നമുക്ക് കണ്ണ് പരിശോധിച്ചാൽ നമുക്ക് അതിന്റെ ഹ്യൂമൻ ബോഡിയിൽ എവിടെയെങ്കിലും ഡയബറ്റീസ് പിടിച്ചിട്ടുണ്ടോ, ഡയബറ്റീസിന്റെ അതിന്റെ ഡാമേജസ് വന്നിട്ടുണ്ടോ മനസ്സിലാവും. ബ്ലഡ് ലീക്ക് ചെയ്യുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും, ചെറിയൊരു ബ്ലീഡിങ് സ്പോട്ട് കാണും. അപ്പൊ നമുക്ക് അപ്പോൾ അതിനർത്ഥം അത് കിഡ്നിനും വായിച്ചിട്ടുണ്ടാണ്, അത് ഹാർട്ടിനും വായിച്ചിട്ടുണ്ട്, ബ്രെയിനും വായിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കണ്ണ് നോക്കിയാൽ മനസ്സിലാവും, അതൊരു വിൻഡോ ആണ്. അപ്പോൾ ഡയബറ്റിക് സ്ക്രീനിങ് ഞങ്ങൾ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റും ചെയ്യുന്നുണ്ട്. ഡയബറ്റിക്സ് കണ്ണിനെ പിടിച്ചു കഴിഞ്ഞാൽ, റിട്ടനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനിയുള്ള ഫർദർ പ്രോഗ്രഷൻ, അതായത് ബ്ലൈൻഡ് ആവാണ്ടേക്കുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം എന്നല്ലാണ്ട് തിരിച്ചു വരൽ കുറച്ച് ബുദ്ധിമുട്ടില്ല. അതിനുള്ള എല്ലാ ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണട ഒഴിവാക്കാനുള്ള ലാസ്റ്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ചെറുപ്പക്കാരിലുള്ള കണ്ണട ഒഴിവാക്കാനുള്ള, കണ്ണട ഇഷ്ടമില്ലാത്ത ആൾക്കാർ കണ്ണട ഒഴിവാക്കാനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. അങ്ങനെ പിന്നെ ഒക്കുലോപ്ലാസ്റ്റി, കണ്ണിന്റെ ഭംഗി കൂട്ടാനുള്ള, കണ്ണിന്റെ അടഞ്ഞു പോകുന്ന, പിന്നെ സ്ക്വിന്റ്, തെറ്റുകണ്ണ്, കോങ്കണ്ണ്, ഇതിനുള്ള ഓപ്പറേഷൻ എല്ലാം ചെയ്യുന്നുണ്ട്. അതായത് അത്യാധുനികമായ എല്ലാതരം ചികിത്സയും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ചുരുക്കി പറഞ്ഞാല് ഈ ചിലർ പറയുന്നത് ക്യാൻസറിനൊക്കെ ചെക്കപ്പ് ഇടയ്ക്ക് നടത്തുന്നതല്ലാന്ന് പറഞ്ഞു. അതുപോലെ കണ്ണ് വെറുതെ പരിശോധിക്കുകയാണെങ്കിലും ഗുണം ചെയ്യും അല്ലേ? അത്
എല്ലാ ആൾക്കാരും 2 വർഷം കൂടുമ്പോൾ കണ്ണ് ചെക്ക് ചെയ്യണം. കണ്ണ് കണ്ണ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഒത്തിരി കാഴ്ച രോഗങ്ങൾ പരിശോധിക്കണം. തിരിച്ചറിയാൻ പറ്റും അല്ലേ? പിന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ കുറച്ചുകൂടി ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അങ്ങനെയാണ് അല്ലേ? ഇവിടെ താങ്കൾ സർജനാണ്, അതിനൊപ്പം തന്നെ വിദഗ്ധരായ കുറെ ഡോക്ടർമാരുടെ ഒരു സംഘം ഇവിടെ ഉണ്ടെന്ന് ഒന്ന് പറയാ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആൾക്കാരുണ്ട്. ഇപ്പം കാറ്ററാക്ട് മെയിൻലി ഡോക്ടർ നബീദ് എന്ന് പറഞ്ഞ ഡോക്ടറാണ് നബീദ്. ഡോക്ടർ അരവിന്ദ് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ ഡോക്ടറാണ്. ഫെലോഷിപ്പ് കഴിഞ്ഞാണ്, കാറ്ററാക്ട് സർജറി ഫെലോഷിപ്പ് കഴിഞ്ഞാണ്. ഞാൻ എല്ലാ ബുധനാഴ്ച വരാറുണ്ട്. ഞാൻ എല്ലാ ബുധനാഴ്ച ഇവിടെ കാറ്ററാക്ട് സർജറി ചെയ്യാറുണ്ട്. കണ്ണൂരാണ് ഞാൻ മെയിൻലി ഉണ്ടാവുക. എല്ലാ ബുധനാഴ്ച ഇവിടെ കാറ്ററാക്ട് സർജറി ചെയ്യുന്നത്. പിന്നെ നബീദ് ചെയ്യും. പിന്നെ നബീദ് ഗ്ലോക്കോമയും നോക്കും. ഗ്ലോക്കോമ കണ്ണിന്റെ മർദ്ദം കൂടിയിട്ട് കണ്ണിന്റെ പേശികൾ നഷ്ടപ്പെടുന്ന അസുഖമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഏർലി ഡിറ്റക്ഷൻ വേണം. അത് സ്ക്രീനിങ് വളരെ അത്യാവശ്യമാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമയിൽ 3 കാര്യങ്ങളാണ്. ഒന്ന് കണ്ണിന്റെ പ്രഷർ കൂടും, പിന്നെ കണ്ണിന്റെ പേശികൾ നഷ്ടപ്പെടും, അതും പിന്നെ പാർശ്വവീക്ഷണം പോകും. പാർശ്വവീക്ഷണം പോകും എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ അല്ല, ഫീൽഡ് നോക്കണം. മനുഷ്യന്മാരുടെ ഫീൽഡ് നോക്കണം. അത് ഫാമിലിയിൽ കണ്ടുവരും. അപ്പോൾ അച്ഛനും അമ്മക്കും ഉണ്ടെങ്കിൽ മക്കൾക്ക് ഉണ്ടാവാൻ വളരെയധികം ചാൻസ് കൂടും. അപ്പോൾ ഗ്ലോക്കോമ അതിനൊക്കെ സ്പെഷ്യലിസ്റ്റാണ് ഡോക്ടർ നബീദ്. എൻ്റെ പേര് ഡോക്ടർ നബീദ്. ഞാനിവിടെ തലശ്ശേരി ഡോക്ടർ ബിനു സൺറൈസ് ഐ ഹോസ്പിറ്റൽ കാറ്ററാക്ട് ആൻഡ് ഗ്ലോക്കോമ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ പ്രഷർ സംബന്ധമായിട്ടുള്ള അസുഖത്തെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇത് സാധാരണയായി നമ്മുടെ ശരീരത്തിൽ BP ഷുഗർ വരുന്ന പോലെ 40 വയസ്സിന് ശേഷം ഉള്ള ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരിലും 40 ശേഷമാണ് ഇത് കണ്ടുവരുന്നത്. സാധാരണയായി ശരീരത്തിൽ BP ഷുഗർ ഉള്ളവർക്കും കണ്ണിൽ ഓൾറെഡി മൈനസ് പവർ ഉപയോഗിക്കുന്നവർക്കും ഹൈ പ്ലസ് ലെൻസ് ഉപയോഗിക്കുന്നവർക്കും സാധാരണയായിട്ട് ഉണ്ടാകുന്ന സ്ഥിതിയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലെല്ലാം ഇതിൽ സിംറ്റംസോ ബുദ്ധിമുട്ടുകളായിട്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല. സാധാരണയായി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുമ്പോഴാണ് കണ്ണിൻ്റെ പ്രഷർ കൂടുതലാണ് അല്ലെങ്കിൽ ഗ്ലോക്കോമ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. ഇത് നമുക്ക് ചെക്ക് ചെയ്യാനായി കണ്ണിൻ്റെ പ്രഷർ ചെക്കപ്പ് ഉണ്ട്. അതിനുശേഷം കണ്ണിൻ്റെ കോർണിയൽ തിക്നെസ്, നരമ്പിൻ്റെ സ്കാനുകളായ OCT, വിഷ്വൽ ഫീൽഡ് എക്സാമിനേഷൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലാണ് നമുക്കിത് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റുക. നമുക്കിവിടെ നമ്മുടെ ഹോസ്പിറ്റൽ ഗ്ലോക്കോമ ഇവാലുവേഷന് ആവശ്യമായ പാക്കിമെട്രി, വിഷ്വൽ ഫീൽഡ് എക്സാമിനേഷൻ, OCT എക്സാമിനേഷൻ ഇതെല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. ഗ്ലോക്കോമ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള യാഗ് ലേസർ ഐറിഡോട്ടമി, ഗ്ലോക്കോമ സർജറി, ട്രബക്കലോട്ടമി എല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. മിക്ക പേഷ്യൻസിലും സിംറ്റംസ് ഇല്ലാത്തതുകൊണ്ട് ഇതിന് ഏറ്റവും നല്ല പരിഹാരം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല പരിഹാരം 40 വയസ്സിന് ശേഷമുള്ള എല്ലാ ആൾക്കാർക്കും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കണ്ണ് ഡോക്ടറെ കാണിച്ച് ചെക്കപ്പ് ചെയ്താൽ നമുക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് കണ്ണിൻ്റെ പ്രഷർ അസുഖമുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പിന്നെയുള്ളത് ഡയബറ്റിക്സ് കണ്ടുപിടിക്കുന്ന റെറ്റിന ഡിസീസിൻ്റെ അതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് നമ്മുടെ ഡോക്ടർ രവി ഉണ്ട്. പുള്ളിയും ചൈതന്യ ഹോസ്പിറ്റൽ ട്രെയിനിങ് കഴിഞ്ഞ ഡോക്ടറാണ്. അതിൻ്റെ എല്ലാതര ചികിത്സയും ലേസർ മുതൽ സ്കാനും എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ ട്രീറ്റ്മെൻറ്റുകളും റെറ്റിനയുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നുണ്ട്. കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിച്ച് കാഴ്ച നഷ്ടപ്പെടുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 എണ്ണം പ്രമേഹവും പ്രഷറും മൂലമുണ്ടാകുന്നതിലാണ്. അപ്പോൾ ഇതിൽ പ്രമേഹത്തിൻ്റെയും പ്രഷറിൻ്റെയും കാരണം കണ്ണിലേക്കുള്ള രക്തോട്ടം കുറയുകയും അത് കാരണം നീർക്കെട്ടുണ്ടാവുകയും അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ കണ്ണിൻ്റെ പ്രഷർ കൂടുകയോ എന്നിവയൊക്കെ ഉണ്ടാകാം. ഇത് കാരണം കാഴ്ച നഷ്ടപ്പെടാനും സാധ്യതകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് ഈ പ്രഷറും ഷുഗറിൻ്റെയും നിയന്ത്രണം പാലിക്കുക തന്നെയാണ്. കണ്ണിൽ നമുക്ക് ഉണ്ടായ നഷ്ടങ്ങളെ നിലനിർത്തി പോകാൻ മാത്രമേ പറ്റുള്ളൂ. അതിന് നമുക്ക് ഇഞ്ചക്ഷനും ലേസറും എന്നിവ കാര്യങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. പലതവണ ഇഞ്ചക്ഷനും ലേസറും വേണ്ടി വന്നേക്കും. അതെല്ലാം ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും നിയന്ത്രണത്തിനും അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് പോവുക എന്നതാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളത് പ്രായത്തിനനുസാരം, പ്രായം കാരണം കണ്ണിൻ്റെ ഞരമ്പിലുണ്ടാകുന്ന തേയ്മാനം മൂലം കാഴ്ചയിൽ ഉണ്ടാകുന്ന നഷ്ടപ്പെടൽ ഉണ്ടാകുന്ന ARMD എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനിലാണ്. അതിൽ നഷ്ടപ്പെട്ടതിന് നമുക്ക് പുരോഗമനം ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ എന്നിവ കാര്യങ്ങൾ ഉപയോഗിച്ച് അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാവുന്നതാണ്.
പ്രമേഹം മൂലമുണ്ടാകുന്ന ഒരു ഒരു കണ്ടീഷൻ ഞരമ്പിനെ ബാധിക്കുന്നതിനെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഇവിടെ രക്തോട്ടം കുറയുമ്പോൾ പ്രവർത്തിക്കുന്ന ജീവനുള്ളൊരു അവയവമാണ് നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പ് അഥവാ റെറ്റിന എന്ന് പറയുന്നത്. അപ്പോൾ ആ റെറ്റിനയ്ക്കുണ്ടാകുന്ന ഒരു കുറവ് ഒരു പരിധിക്കപ്പുറം വരെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ കാഴ്ചയിൽ മെച്ചം വരുത്തിക്കാവുന്നതാണ്. അത് ഏർലി സ്റ്റേജസിൽ, തുടക്കമുള്ള സാഹചര്യങ്ങൾ, തുടക്കത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണെന്നുള്ളതാണ്. പക്ഷേ അതിൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പ്രയത്നം അതിനെ ഉള്ള കാഴ്ചയെ നിയന്ത്രിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിനും പ്രശ്നം കിടക്കുന്നത് കണ്ണിലല്ല, പ്രമേഹം മൂലമാണ് അല്ലെങ്കിൽ പ്രഷർ മൂലമാണ്. അതിൻ്റെ നിയന്ത്രണം ഇല്ലാത്തോടത്തോളം നമുക്ക് ഇതിൽ ഒരു നല്ല ഓപ്ഷൻ, നല്ല ഔട്ട്കം കൊടുക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ പ്രഷറും ഷുഗറൊക്കെ നിയന്ത്രണത്തിലിരിക്കെ നമുക്ക് ഉള്ള കാഴ്ചയെ നിലനിർത്തിക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മളുടെ കണ്ണിലുള്ള ചികിത്സകളുള്ളത്. അതിൽ ഓരോ കണ്ടീഷൻസിനനുസരിച്ച് നമുക്ക് ലേസറിൻ്റെ ഉപയോഗം വേണ്ടി വന്നേക്കും, ഇഞ്ചെക്ഷൻസിൻ്റെ ഉപയോഗം വേണ്ടി വന്നേക്കും. ഇതെല്ലാം പല തവണകളിൽ ചെയ്യേണ്ടിയും വന്നേക്കും എന്നുള്ളതാണ്. നമ്മുടെ കണ്ണാശുപത്രിയിലെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഒന്ന് നമ്മളുടെ അപ്രോച്ചാണെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണിനെ മാത്രമല്ലാതെ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ ഇൻ ടോട്ടോ ആയിട്ടാണ്, മൊത്തത്തിലാണ് നമ്മൾ ചികിത്സിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഫിസിഷ്യൻ്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ ഫിസിഷ്യൻ്റെ സഹായം തേടിയും, കാരണം ഷുഗറും പ്രഷറൊന്നും നമ്മളുടെ വിഭാഗത്തിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. ഫിസിഷ്യൻ്റെ ഒരു ഒപ്പീനിയനും കൺസൾട്ടേഷനും ഒക്കെ കഴിഞ്ഞ് അവരുടെ നിയന്ത്രണം, അവരുടെ ഒപ്പീനിയൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും നിയന്ത്രണത്തിൽ. അതിനോടൊപ്പം നമ്മളുടെ ചികിത്സയ്ക്ക് വേണ്ട പല ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വന്നിരിക്കുന്ന പല ഇൻസ്ട്രുമെൻറ്റ്സ്, അഡ്വാൻസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, OCT എന്ന് പറയും. എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഞരമ്പിനെ വിശദീകരിച്ച് ലെയർ ബൈ ലെയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണത്, ഒരു ഇൻസ്ട്രുമെൻ്റ് ആണത്. അതിൻ്റെ ഉപയോഗവും എന്നിവ കാര്യങ്ങളൊക്കെ നമ്മളുടെ സ്ഥാപനത്തിലുള്ളതിനാൽ നമ്മൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ചികിത്സ ആ പേഷ്യൻറ്റിന് മാത്രമായിട്ട് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ചികിത്സ നൽകാൻ ഈ സ്ഥാപനത്തിൽ പറ്റുന്നതാണ്. പിന്നെ ഡോക്ടർ രേഖയുണ്ട്. രേഖയും ഗ്ലോക്കോമയുടെ സ്പെഷ്യലിസ്റ്റാണ്. ഗ്ലോക്കോമയുടെ എല്ലാതരം ചികിത്സയും ചെയ്യുന്നുണ്ട്. പിന്നെ ഛലക് എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. അവർ ഒക്കുലോപ്ലാസ്റ്റി, അതായത് കണ്ണിൻ്റെ കോങ്കണ്ണ് പോലെ അസുഖങ്ങളും പിന്നെ കണ്ണ് അടഞ്ഞു പോകുന്നതും അതിൻ്റെ പ്ലാസ്റ്റിക് സർജറി, കണ്ണിൻ്റെ പ്ലാസ്റ്റിക് സർജറിയും അതൊക്കെ ചെയ്യുന്ന ഡോക്ടറാണ്. അങ്ങനെ എല്ലാതരം ട്രീറ്റ്മെൻറ്റും. പിന്നെ വെറ്ററിനറിയുടെ സർജൻ ഉണ്ട്, ഡോക്ടർ കപിലുണ്ട്. പുള്ളി എല്ലാ ആഴ്ചയും വിസിറ്റ് ചെയ്യുന്നുണ്ട്. സർജറി ചെയ്യാൻ വെറ്ററിനറിയുടെ ബ്ലീഡിങ് ഉണ്ടായാലും, കണ്ണിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടായാലൊക്കെ ഞരമ്പ് ഇളകി പോകുന്നതിന് സർജറി, എല്ലാതരം സർജറി ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ മെഡിക്കൽ ഗ്ലോക്കോമ ആണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഗ്ലോക്കോമ ഒരു കണ്ണിൻ്റെ പ്രഷർ കൊണ്ടുവരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ കണ്ണിൻ്റെ ആയ പ്രഷർ ഉണ്ടാവും. അപ്പോൾ ആ പ്രഷർ കൂടുമ്പോൾ കണ്ണിൻ്റെ നിരവിന് തേയ്മാനം ഉണ്ടാവും. അപ്പോൾ എല്ലാ സമയത്ത് പ്രഷർ കൂടുന്നില്ല, ചിലപ്പോൾ നോർമൽ പ്രഷറിലും നിരവിന് തേയ്മാനം വരാം. അങ്ങനെ പല രീതിയിലത്തെ ഗ്ലോക്കോമ ഉണ്ടാവും. അപ്പോൾ ഗ്ലോക്കോമ വരുമ്പോൾ നമുക്ക് നേരെ കാഴ്ചയല്ല കുറയുന്നത്. ഗ്ലോക്കോമ വരുമ്പോൾ നമുക്ക് സൈഡിലത്തെ ചുറ്റുകാഴ്ചയാണ് മെല്ലെ അത് കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിനെ അത് പെട്ടെന്ന് മനസ്സിലാവില്ല. ബിക്കോസ് ഇത് മിക്ക ആൾക്കാരിലും വേദനയോ ഇല്ല കാഴ്ചക്കുറവോ അങ്ങനത്തതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിന് സൈലൻറ്റ് കില്ലർ ഓഫ് വിഷൻ എന്നാണ്, സൈലൻറ്റ് തീഫ് ഓഫ് വിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ യൂഷ്വലി 40 വയസ്സ് മേലെ ഉള്ള ആൾക്കാർ
പിന്നെ കട്ടിയുള്ള കണ്ണട വെക്കുന്ന ആൾക്കാർ, പ്ലസ് പവർ ആവട്ടെ മൈനസ് പവർ ആവട്ടെ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർ, പിന്നെ ഫാമിലിയിൽ ഇപ്പോൾ പ്രഷർ, ഷുഗർ, അതേപോലെ തന്നെ കണ്ണിൻ്റെ പ്രഷറിൻ്റെ അസുഖം ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സ്, അച്ഛനോ അമ്മയോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും 40 ഇയേഴ്സ് കഴിയുമ്പോൾ എല്ലാവർക്കും അവർ റിസ്ക് ഡബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്തായാലും വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് എല്ലാവരും കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തേണ്ടതാണ്. ജസ്റ്റ് പോയി നമ്മൾ കണ്ണട മാറ്റുമ്പോൾ കാഴ്ച നോക്കി കണ്ണട മാറ്റി അതിൽ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെതായ ഡോക്ടേഴ്സിനെ കണ്ട് ഡീറ്റെയിൽ ഇവാലുവേഷൻ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ, ഫോളോ അപ്പ് മതിയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഗ്ലോക്കോമക്ക് നമുക്ക് പല രീതിയിലത്തെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഒന്ന് ലേസർ ട്രീറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് തുള്ളി മരുന്ന് ഒഴിച്ചിട്ടാവാം, പിന്നെ സർജറി. അപ്പോൾ അത് നോക്കിയിട്ട് ഓരോ പേഷ്യൻറ്റിന് ഏതാണ് സ്റ്റേജ് അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അത് പറയുക. ഇത് അസുഖം ഭേദമുണ്ട്, ഇപ്പൊ അസുഖം പിടിപെട്ടാൽ അത് ഭേദമാക്കാൻ സാധിക്കും, അതോ പിന്നീട് കുഴപ്പമില്ലാണ്ടില്ല അത് നിലവിലുള്ളത് അവിടെ നിന്നിട്ട്? ഗ്ലോക്കോമ ഒരു ഇറിവേഴ്സിബിൾ ഡാമേജ് ആണ്. അപ്പോൾ വന്ന ഡാമേജ് അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. വന്നത് വന്നു, ഇനി ബാക്കി അങ്ങോട്ടേക്ക് ഡാമേജ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ നടക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഡ്രോപ്സ് ഒഴിച്ചു കാഴ്ച നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരിച്ചു കിട്ടാനോ അതെന്നല്ല. അപ്പോൾ ഉള്ള കാഴ്ച നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് വിഷൻ ഒന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് എന്തോ പെയിൻ ഒന്നും ഉണ്ടാവും. ചില ഗ്ലോക്കോമക്ക് യൂഷ്വലി നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് അത് ഓരോ ഭാഗത്തെ പോപ്പുലേഷൻ്റെ മേലെ ഡിപ്പെൻഡ് ആവുന്നതാണ്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ നമ്മൾ കൂടുതൽ കാണുമ്പോൾ അങ്ങനത്തെ ഗ്ലോക്കോമക്ക് നമുക്ക് വേദനയോ നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ചക്കുറവോ അതാണല്ലോ കൂടുതൽ ഒരു അലാമിങ് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഇപ്പം കണ്ണിന് വേദനയായ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് വരും, കാഴ്ച പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. അതൊന്നും ഉണ്ടാവില്ല പേഷ്യൻറ്റിന്. ചില പേഷ്യൻറ്റ് മാത്രം അവർക്ക് എസ്പെഷ്യലി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് കണ്ടില്ല എന്നൊരു ചെറിയൊരു ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് പറയാറുണ്ട്. അത് വളരെ തുച്ഛമായിട്ടുള്ള പേഷ്യൻസ് ആണ്. അത്രയും ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ പേഷ്യൻറ്റിന് അത് അറിയുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80-85% ഡാമേജ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സ്റ്റേജിലാണ് പേഷ്യൻറ്റിന് മനസ്സിലാവുന്നത്. അല്ലാണ്ട് പിന്നെ വേറൊരു ഗ്ലോക്കോമ ഉണ്ട്, ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അതായത് പ്രഷർ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം നമുക്ക് പെട്ടെന്ന് അത് അടഞ്ഞു പോകുമ്പോൾ എന്താവും, കണ്ണിൻ്റെ പ്രഷർ പെട്ടെന്ന് കൂടും. അപ്പോൾ അങ്ങനെ അക്യൂട്ട്ലി പ്രഷർ കൂടുമ്പോഴാണ് പേഷ്യൻറ്റിന് തലവേദന, കണ്ണ് ചുവപ്പ്, കണ്ണ് വേദന, അങ്ങനത്തെ ഗ്ലോക്കോമയിൽ മാത്രമേ ഈ വേദന കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ണ് ചുവപ്പും വേദന, ചിലവർക്കും ഛർദിയും തലവേദന ആവുമ്പോൾ മിക്ക ആൾക്കാരും ആദ്യം കണ്ണിനെ അല്ല കാണിക്കുന്നത്, ആ ഒരു ഫിസിഷ്യനെ കാണിച്ച് പിന്നെ അവിടെ അഡ്മിറ്റായി അങ്ങനെ കുറച്ച് ഡിലേ ആയിട്ട് പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് വരാറുമുണ്ട്. അതൊക്കെ കുറച്ചൊരു ലാക്ക് ഓഫ് അവെയർനെസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ബേസിക്കലി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമക്ക് മാത്രമേ ഇങ്ങനത്തെ അക്യൂട്ട് സിംറ്റംസ് ഉണ്ടാവുള്ളൂ, വേദന, ചുവപ്പും കണ്ണിൽ വെള്ളം വരലാവട്ടെ അതെല്ലാം. ബാക്കി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമക്ക് വേറെ പേഷ്യൻറ്റിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പേഷ്യൻറ്റിനോട് നമ്മൾ പറയുമ്പോൾ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നത്. ബിക്കോസ് അവർ ആ ടെസ്റ്റുകളൊക്കെ, അതിനുള്ള ടെസ്റ്റുകൾ, അതായത് ഫീൽഡ് ടെസ്റ്റൊക്കെ നമ്മൾ ചെയ്ത് അതിൽ കാണുമ്പോൾ, അതായത് ഇത്രയും കാഴ്ച വ്യാപ്തി നിങ്ങളുടെ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിന് അത് അക്സെപ്റ്റ് ചെയ്യാനും അത് കുറച്ചൊരു സമയം എടുക്കും. അവരാവട്ടെ അങ്ങനെ. ഇവിടെ ഗ്ലോക്കോമയ്ക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് കണ്ണിൻ്റെ പ്രഷർ നോക്കാനുള്ളതാവട്ടെ, പ്രഷർ നിയന്ത്രിക്കുന്ന ഭാഗത്തിൻ്റെ ഗോണിയോസ്കോപ്പി, പിന്നെ കണ്ണിൻ്റെ നിറവിൻ്റെ സ്കാന് ചെയ്യാനുള്ള OCT, പിന്നെ പുതിയതായിട്ടുള്ള ഒക്ടോപ്പസ് ഫീൽഡ് ഓഫ് വിഷൻ ഉണ്ട്. പിന്നെ അതിനായിട്ടുള്ള ഗ്ലോക്കോമക്ക്, ചില ഗ്ലോക്കോമക്ക് നമുക്ക് ലേസേഴ്സ് ചെയ്യാറുണ്ട്, അപ്പോൾ ലേസർ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ സർജിക്കൽ ഗ്ലോക്കോമ ഹാൻഡിൽ ചെയ്യുന്ന വേറൊരു സർജൻ കൂടി ഉണ്ട് നമുക്ക്.
നമസ്കാരം, ഞാൻ ഡോക്ടർ ജലശ്രീ, സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റലിലെ ഓക്യുലോപ്ലാസ്റ്റിക് സർജനാണ്. ഓക്യുലോപ്ലാസ്റ്റി എന്ന് പറയുമ്പം കണ്ണിൻ്റെ പ്ലാസ്റ്റിക് സർജറി. അപ്പം യൂഷ്വലി ഉള്ള ഡൗട്ട് നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. കൺപോള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും, കണ്ണിൻ്റെ കുഴി, അതായത് ഓർബിറ്റ് എന്ന് പറയും, നമ്മൾ ഐബോൾ ഇരിക്കുന്ന ഈ ഒരു ബോക്സ് ഓർബിറ്റ് എന്ന് പറയും, അതിനകത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ കണ്ണുനീര് പോകുന്ന വഴി അതിനകത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ അപകടം മൂലം ഉണ്ടാവുന്ന കൺപോളയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ബോൺ ഫ്രാക്ചേഴ്സ് അറൗണ്ട് ദി ഐ, അതൊക്കെയാണ് നമ്മൾ യൂഷ്വലി ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ. കൺപോളയിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുമ്പം യൂഷ്വലി ജന്മനാ ചിലപ്പം കൺപോള താഴ്ന്നിരിക്കാം, അല്ലെങ്കിൽ പ്രായക്കൂടുതൽ ഉണ്ടാകുമ്പം ഈ കൺപോള താഴ്ന്നു വരാം, അല്ലെങ്കിൽ കൺപോളയുടെ പൊസിഷൻ അകത്തേക്ക് മറിഞ്ഞിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ പുറത്തേക്ക് മറിഞ്ഞിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പം പേഷ്യൻ്റ് യൂഷ്വലി ഒരു ഇറിറ്റേഷൻ എപ്പോഴും ഉണ്ടാവാം, കണ്ണിന്ന് വെള്ളം വരവ് എപ്പോഴും ഉണ്ടാവാം. അതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ ഓർബിറ്റിൽ, അല്ലെങ്കിൽ കൺപോളയിൽ ഉണ്ടാവുന്ന തടിപ്പുകൾ, ചെറിയ മുഴകളോ തടിപ്പുകളോ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്. ഈ ഓർബിറ്റ് ഈ കൺകുഴിയിനകത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ചിലപ്പം തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നവർക്ക് ചിലപ്പം കണ്ണ് മുന്നിലേക്ക് തള്ളി വരാം, ചിലപ്പം കണ്ണ് ഡ്രൈനെസ് അത് മൂലം ഉണ്ടാവാം. അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചെറിയ മരുന്നുകളോ ഇഞ്ചക്ഷനോ ഒക്കെ മതിയാവും. ചിലപ്പം കൂടിയ കണ്ടീഷൻസിൽ ചിലപ്പം സർജറി വേണ്ടി വരും. പിന്നെ ഉള്ളത് നമ്മുടെ കണ്ണുനീര് പോകുന്ന വഴിയുണ്ട്, നമ്മൾ പീളസഞ്ചി, അതിനകത്തുണ്ടാവുന്ന ബ്ലോക്കുകൾ നമുക്ക് മിക്കവാറും സർജറി ചെയ്ത്, ചെറിയ സർജറിയാണ് ചെയ്തിട്ട് നേരെയാക്കാൻ പറ്റും. ഇങ്ങനെ ഐബോളിന് ചുറ്റുമുള്ള, അതായത് കൺപോളകളിലും അതിന് ചുറ്റുമുള്ള സ്ട്രക്ചേഴ്സിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. എൻ്റെ സേവനം കണ്ണൂരും തലശ്ശേരിയും സൺറൈസ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. അടിസ്ഥാനപരമായിട്ട് നമുക്കിപ്പം ഡോക്ടർ ചോദിച്ചാൽ കൂടുതൽ മനസ്സിലാക്കുക, ഈ കാഴ്ച ഇല്ലാതാവുന്ന ഒരവസ്ഥ, കാഴ്ച ഇല്ലാതാവുന്നത് മാത്രമല്ല കണ്ണുരോഗം, മറ്റു പല ഡിസീസ്, അതൊന്ന് വിശദീകരിക്കാമോ? പലരും ധാരണ കാഴ്ച ഇല്ലാതാകലാണ് കണ്ണുരോഗം എന്നാണ്. അല്ല, കണ്ണിന്റെ ഏറ്റവും വലിയ ആവശ്യം കാഴ്ച കുറയുന്നതാണ് എല്ലാവരും വരുന്നത് നമ്മുടെ. പിന്നെ ഉണ്ടാവുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട്. ഗ്ലോക്കോമ, ഞാൻ പറഞ്ഞല്ലോ, ഗ്ലോക്കോമ, ഡയബറ്റീസ്, അതൊക്കെ ഉണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ കണ്ണിന്റെ അസുഖം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കോങ്കണ്ണ്, കോങ്കണ്ണ് ചികിത്സ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണിന്ന് വെള്ളം ചാടുന്നത്, കണ്ണിന്ന് പഴുപ്പ് വരുന്നത്, അതൊക്കെ ഓരോ ബ്ലോക്കിൽ വരുമ്പോഴുണ്ടാവുന്ന കണ്ണിന്ന് വെള്ളം ചാടല്, അങ്ങനെ എല്ലാ തരം ചികിത്സ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യൻ ഒരു ദിവസം ചെയ്യേണ്ട ചികിത്സ വേറെ, കൺ സംരക്ഷണത്തിന്, തൻ്റെ കണ്ണ് സംരക്ഷിക്കാൻ വേണ്ടി പലർക്കും അത് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഈ വെൽഡ് ചെയ്യുന്നവർ പോലും ഒന്നും വെക്കാണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര റിസ്ക്. അതൊക്കെ അതിന് ബേസിക്കലി ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അല്ല, കണ്ണിന്റെ സംരക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണില്ലെങ്കിൽ പിന്നെ നമുക്ക് അറിയാലോ. അപ്പം പ്രൊട്ടക്ഷൻ നന്നായി ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങൾ, പിന്നെ മോണിറ്റർ, മറ്റേ ഗാഡ്ജറ്റ്സിന്റെ എക്സസീവ് യൂസ്, ഇപ്പം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇപ്പം സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ്. അത് കണ്ണിന് ഡിഫക്റ്റ് ഉണ്ടാക്കും. ഡ്രൈനെസ് ഉണ്ടാക്കും കണ്ണിന്റെ. ആക്ച്വലി നമ്മളൊരു കണ്ണൊരു 1 മിനിറ്റിന് 4 നേരം കണ്ണ് ചിമ്മണം എന്നാണ്, നമ്മൾ അറിയാതെയുണ്ട്. 4 നേരം ചിമ്മണം എന്നാണ് നിയമം. നമ്മളൊരു ഗാഡ്ജറ്റ്സ് 1 മിനിറ്റിൽ നമ്മൾ ഗാഡ്ജറ്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത്
ഈ ചിമ്മലിന്റെ റേറ്റ് കുറയും, കുറയും. ബ്ലിങ്ക് റേറ്റ് കുറയും. ബ്ലിങ്ക് റേറ്റ് കുറയുമ്പോൾ കണ്ടിട്ട് ഡ്രൈ ആവും. ഡ്രൈനസ് ഉണ്ടാകുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഡ്രൈനസ് ഒരുപാട് പൊടി വീണ പോലെ പിന്നെ ചിലപ്പോൾ വെള്ളം ചാടലുണ്ടാകും, പക്ഷെ ശരിക്കും ഡ്രൈനസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനത്തെ കുറെ അസുഖങ്ങൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പവർ മാറുന്ന ഒരു ഇത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ അധികം ആക്സസ് സ്ക്രീൻ ചെയ്യുന്ന കുട്ടികൾക്ക്, വലിയ ആൾക്കാർക്ക് പവർ വേരിയേഷൻ ഫ്രീക്വന്റ് ആയിട്ട് കാണാറുണ്ട്. കണ്ണിന്റെ മയോപ്പിയ ആയാലും റിഫ്രാക്റ്റീവ് എറർ കൂടുന്ന കാണാറുണ്ട്. അതൊക്കെയാണ് ഈ രാത്രിയിൽ പലപ്പോഴും ശ്രദ്ധിക്കുന്ന, ഈ രാത്രിയിൽ ഈ ഇരുട്ടത്ത് കടന്നിട്ട് ഈ സ്ക്രീൻ നോക്കുന്നത് അത് വളരെ അപകടകരമായ. പ്രോപ്പർ ലൈറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഹൈ പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഇതായിട്ട് പോകുന്നതിന് സംരക്ഷണം ഇത്ര നല്ലത് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. ഈ തലവേദനയായിട്ട് എന്തെങ്കിലും ഈ കണ്ണിന് അസുഖമുള്ളവർക്ക് തലവേദനയായിട്ട് അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് കുട്ടികളിൽ എസ്റ്റിഗ്മാൻസും റിഫ്രാക്റ്റീവ് എറർ, കാഴ്ചക്കുറവ് തലവേദനയായിട്ട് വരാം. പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ ഉണ്ടാവും. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ തലവേദനയായിട്ട് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം അതുപോലെ ടി വി ഉണ്ടല്ലോ, മൊബൈൽ നോക്കിയാൽ കമ്പ്യൂട്ടർ നോക്കിയാൽ തലവേദനയുള്ള കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ കാഴ്ച പരിശോധിക്കണം. കാഴ്ച കുറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഷോർട്ട് സൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവും. ശരി. ഈ മൈഗ്രെയിനും കണ്ണുമായിട്ട് എന്തെങ്കിലും? മൈഗ്രെയിൻ ഡയറക്ട്ലി കണ്ണുമായിട്ട് റിലേറ്റഡ് അല്ല, പക്ഷെ ഈ കാഴ്ചക്കുറവ്, അതായത് റിഫ്രാക്റ്റീവ് എറർ, കാഴ്ചക്കുറവുകൾ മൈഗ്രെയിൻ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാം. കാരണം എന്റെ പെങ്ങൾക്ക് ഇത് വന്നിട്ട് കണ്ണ് തുറക്കാൻ പറ്റില്ല, വെയിലത്തേക്ക് നോക്കില്ല, അതോരോ സിംറ്റംസ് ആണ്. മൈഗ്രെയിൻ ചിലപ്പോൾ അങ്ങനെ സിംറ്റംസ് ഒരു സൈഡ് കാണാണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് കണ്ണല്ല മെയിൻലി ട്രീറ്റ് ചെയ്യേണ്ടത്. മൈഗ്രെയിൻ ട്രീറ്റ് ചെയ്താലേ മാറുള്ളൂ. പക്ഷെ കാഴ്ചക്കുറവ് മൈഗ്രെയിൻ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാം, ഡ്രൈനസ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാം. ഇപ്പോൾ പണ്ടത്തെ കൂടുതൽ കുട്ടികളിൽ ഈ കണ്ണിന്റെ പ്രശ്നങ്ങൾ കണ്ട്, ചെറിയ കുട്ടികളിൽ ക്ലാസ് വെച്ചോണ്ട് 1ാം ക്ലാസ്സിലൊക്കെ പോകുന്ന കുട്ടികൾ, അതോ അതിന്ന് ഡയഗ്നോസിസ് നേരത്തെ ആവുന്നതുകൊണ്ടാണ്. ഡയഗ്നോസിസ് നേരത്തെ ആവുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുറേയൊക്കെ അങ്ങനെ കാണാം. ഈ ഫുഡിന്റെ കാര്യത്തിൽ എന്താണ് നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കാനുള്ള നമ്മുടെ നല്ല ഭക്ഷണം കഴിക്കാതെ എല്ലാവരും പോലെ തന്നെ കണ്ണിന്റെ സംരക്ഷണവും കണ്ണിന്റെ ആരോഗ്യത്തിനും നല്ല വൈറ്റമിൻസും നല്ല ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഹൈ ഫൈബർ ഫുഡും ഒക്കെ തന്നെയാണ് നല്ലത്. കൊളസ്ട്രോൾ പറഞ്ഞ ഫുഡുകളൊക്കെ കഴിക്കുക. നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സുകളൊക്കെ എവിടെ നിന്നൊക്കെ എത്തിക്കുന്നത്? ഓൾമോസ്റ്റ് എല്ലാ ഇതുണ്ട്. നമ്മൾ USA ആണ് മെയിൻലി ഉള്ളത്. USA ആണ് നമ്മൾ പാക്കോ കാറ്ററാക്ട് മെഷീനും അതിന്റെ മൈക്രോസ്കോപ്പ് ഒക്കെ USA ആണ്. ജപ്പാനീസ് മെയ്ഡ് ഉണ്ട്, ജർമ്മൻ മെയ്ഡ് ഉണ്ട്. ഇപ്പം വിഷ്വൽ ഫീൽഡ് ഒക്കെ ജർമ്മൻ മെയ്ഡ് ആണ്. ഇന്ത്യൻ മേക്കും ഉണ്ട്. ഇന്ത്യൻ മേക്കും നല്ല മോശമില്ലാത്ത കമ്പനികളുണ്ട്. നല്ല ഇന്ത്യൻ മേക്ക് ഇൻ ഇന്ത്യ വെച്ചിട്ട് നമ്മൾ ഇന്ത്യയിലും നല്ല നല്ല കമ്പനി കിട്ടുന്നുണ്ട്. മെഷീൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല അതിന്റെ കൺസ്യൂമേഴ്സ്, അതായത് അതിന്റെ എല്ലാം ഡിസ്പോസിബിൾ ഐറ്റംസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. പഴയ പോലെ റീയൂസബിൾ അല്ല. ഒരാൾക്ക് ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് കോസ്റ്റ് കൂടുന്നത്. ഒരാൾക്ക് ഒരു ബ്ലേഡ് ഒരു ടിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അമേരിക്കൻ കൺസെപ്റ്റും വെസ്റ്റേൺ കൺസെപ്റ്റും ഡെവലപ്ഡ് കൺട്രീസിന് അത് വലിയ നഷ്ടമായിരിക്കില്ല. ഇൻഷുറൻസ് കവർ ചെയ്യുമ്പോൾ നമ്മളിവിടെ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് കോസ്റ്റ് കൂടുന്നുണ്ട്. നമുക്ക് മാക്സിമം കോസ്റ്റ് കോസ്റ്റാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ഒരു കൺസ്യൂമേഴ്സിന് ചാർജ് കൂടുതൽ, ചിലവ് കൂടുതൽ. ഇപ്പം ചികിത്സയ്ക്ക് പണമില്ലാത്തത് കൊണ്ട് ചികിത്സിക്കാൻ പോയി അങ്ങനത്തെ ഒരു അവസ്ഥ മാറി വരുന്നില്ല നമ്മുടെ രാജ്യത്ത്? ഉണ്ട്. ഇപ്പം നമ്മൾ ആക്ച്വലി നമ്മുടെ കൺസെപ്റ്റ് തന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചികിത്സ നിഷേധിക്കില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിഷേധിക്കാറില്ല. അത് നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പം പേയ്മെന്റ് കേസിന്റെ ഇടയിൽ ഒരു ഫ്രീ കേസ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം പറയുന്നത് ഗവൺമെന്റ് സ്കീംസ് ഇഷ്ടം പോലെ ഉണ്ട്. ESI ആയാലും ECHS ആയാലും CGHS ആയാലും എല്ലാം ഉണ്ട്. ആരോഗ്യ ഇൻഷുറൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഏത് മേഖലയിലും പണമില്ലാത്തതുകൊണ്ട് ചികിത്സ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആയാലും നമ്മൾ അങ്ങനെ ചികിത്സ നിഷേധിക്കാറില്ല. കേരളത്തിൽ കുറവാണല്ലേ? നമ്മുടെ സ്റ്റാഫിന്റെ സ്ട്രെങ്ത് ഒക്കെ എത്ര മൊത്തം നമ്മുടെ സ്റ്റാഫുകൾ? ഞാൻ കണ്ണൂരെ കാര്യമല്ലേ വെച്ചേ, നമ്മളെല്ലാം തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ തുടങ്ങുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സ്റ്റാഫ് ഉണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, ഡോക്ടർ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ട്, കസ്റ്റമർ കെയർ ഉണ്ട്, ഫാർമസി ആയാലും ഒപ്റ്റിക്കൽ ഷോപ്പ് ആയാലും കന്നഡന്റെ ഷോപ്പിലായാലും എല്ലാം സ്റ്റാഫ് ഉണ്ട്. അഡിക്വേറ്റ് സ്റ്റാഫ് ഇപ്പോഴും ഉണ്ട്. നമ്മളിങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെയൊക്കെ കുറേ ഉപകരണങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കും. എന്നിട്ട് അവിടുത്തെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഓരോ ഡോക്ടർമാർ അവസാനം താങ്കൾ ഈ പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ആണ് ഇവിടെ അങ്ങനെ ഒരു രീതിയാണല്ലേ? നമ്മുടെ കൺസെപ്റ്റ് അങ്ങനെയാണ്. കാരണം നമ്മൾ അതിന്റെ ഡോക്ടേഴ്സ് അല്ലാണ്ട് ആദ്യം നമ്മുടെ അസിസ്റ്റൻസ് ഓപ്റ്റോമെട്രിസ്റ്റ് അവർ വിഷൻ ഒക്കെ ചെക്ക് ചെയ്യും. എല്ലാവർക്കും വിഷൻ ചെക്ക് ചെയ്യും. അവരെ കണ്ണിന്റെ മർദ്ദം പരിശോധിക്കും, എല്ലാവരുടെയും ഗ്ലോക്കോമ ഉണ്ടോ നോക്കും. പിന്നെ കണ്ണടന്റെ പവർ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളടുത്തേക്ക് വരുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവർ ഡയഗ്നോസിസ് ചെയ്തിട്ട് അവർ തന്നെ ഒരു പ്രിലിമിനറി ഡയഗ്നോസിസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് വരുള്ളൂ. അത് മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അത് ചെയ്യാറുണ്ട് എപ്പോഴും. പിന്നെ ഈ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഞാൻ എല്ലാ ഡോക്ടർമാരോടും സംസാരിച്ചു ഇവിടെ, ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഈ എപ്പിസോഡിൽ തന്നെ അത് ഉണ്ടാകുകയും ചെയ്യും. എല്ലാ ഡോക്ടർമാരും അവരുടെ മേഖലയെ കുറിച്ച് എന്നോട് സംസാരിച്ചു. ഒരു ഡോക്ടറും കൂടി ഉണ്ട്, അദ്ദേഹത്തിന് അടുത്ത ദിവസം വന്നിട്ട് നമ്മൾ എടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ഇത്ര ചെറുപ്പത്തോടെ നല്ലോണം പുഞ്ചിരിച്ച് പ്രസന്നവദനായിരിക്കാൻ എന്ന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വളരെ നന്ദി ഇത്ര നേരം. താങ്ക് യു.
ഡോക്ടർ ബിനു നമ്പ്യാർ, സൺറൈസ് ഐ ഹോസ്പിറ്റലിലത്തെ ചീഫ് സർജനാണ്. ഞങ്ങളുടെ സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് 10 വർഷമായി. ഞങ്ങൾ കണ്ണൂരാണ് ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഈ വർഷം ഞങ്ങൾ മാർച്ചിൽ തലശ്ശേരി ഞങ്ങൾ പുതിയൊരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ തിമിര ശസ്ത്രക്രിയ ഓപ്പറേഷൻ തിയേറ്ററാണ് ഈ കാണുന്നത്, കാറ്ററാക്ട് സർജറി ഓപ്പറേഷൻ തിയേറ്റർ. ഇവിടെ ഞങ്ങൾ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും, ഇപ്പം പാക്കോ കാറ്ററാക്ട് സർജറി ചെയ്യാനുള്ള ലേറ്റസ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആയാലും മൈക്രോസ്കോപ്പ് ആയാലും ഓപ്പറേഷൻ തിയേറ്റർ ആയാലും സജ്ജീകരിച്ചിട്ടുണ്ട്. അതായത് മോസ്റ്റ് മോഡേൺ കാറ്ററാക്ട് സർജറി ഇന്ന് ലോകത്തിൽ തന്നെ നിലനിൽക്കുന്ന ഏറ്റവും പുതിയ ടൈപ്പ് തിമിര ശസ്ത്രക്രിയ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ലാമിനാർ ഫ്ലോ സജ്ജീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എയർ ഫ്ലോ ഇവിടുന്ന് മുകളിലോട്ട് താഴോട്ടാണ് വരിക. അത് പോസിറ്റീവ് പ്രഷറിലാണ്. ഈ റൂം ഫുൾ നിൽക്കുന്നത് പോസിറ്റീവ് പ്രഷറിലാണ് നിൽക്കുന്നത്. അത് എയർ ഫ്ലോ ലാമിനാർ ഫ്ലോ പറയും. 0.3 മൈക്രോൺ ഫിൽറ്ററിലൂടെ വന്നിട്ട് താഴോട്ട് വന്നിട്ട് പുറത്തോട്ട് ഫ്ലോ ചെയ്യുക. അതായത് ഈ റൂമിൽ എപ്പോഴും ഒരു പോസിറ്റീവ് പ്രഷർ ഉണ്ടാവും. അതായത് ഇൻഫെക്ഷൻ ചാൻസസ് വളരെ കുറവാണ്. ഇതൊക്കെ ഹെപ്പ ഫിൽറ്റർ എന്ന് പറയും. അതാണ് ബാക്ടീരിയനെ തടുത്തിട്ട് ബാക്കിയുള്ള എയറിനെ താഴോട്ട് ഫ്ലോ ചെയ്യിക്കുന്നത്. അതുപോലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സെറ്റപ്പാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഉണ്ട് കാറ്ററാക്ട് സർജറി കൂടാതെ ഉണ്ട് നമ്മൾ റെറ്റിന സർജറി ചെയ്യുന്നുണ്ട്, ലാസിക് സർജറി ചെയ്യുന്നുണ്ട്, സ്ക്വിൻ സർജറി ഉണ്ട്, കുട്ടികൾക്കായിട്ടുള്ള സ്ക്വിൻ സർജറി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ബാക്കിയെല്ലാം ഗ്ലോക്കോമ സർജറി എല്ലാ സജ്ജീകരണവും ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്.